വാർത്ത കർണാടകത്തിലെ ഷിരൂരിൽ വരുന്നു. ഷിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തി. ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈശ്വർ മാൽപ്പയാണ് ഇക്കാര്യം പറഞ്ഞത്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ജീർണിച്ച അവസ്ഥയിലാണോ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് വിവരം? SKN ഷിരൂരിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്ന പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ഇതിലൊരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ ഷിരൂരുമായി അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഏർപ്പെട്ടിട്ടുള്ള നേരത്തെ ഉള്ള നാട്ടുകാരും അവിടുത്തെ പ്രദേശവാസികളും ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്. ഏതാണ്ട് ഷിരൂരിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയെന്നാണ് അറിയുന്നത്. മൃതദേഹം കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപ്പയെ അറിയിക്കുന്നുണ്ട്. കുറച്ചധികം കിലോമീറ്റർ അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുന്നു. അരുൺ, ഇത് 60 കിലോമീറ്റർ അപ്പുറമാണെന്നൊക്കെയുള്ള വാർത്തകൾ പരക്കുന്നു. എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? SKN ഗോകർണ സൈഡിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഗോകർണ ഭാഗത്താണ്. അത് ഈ നമ്മൾ നിലവിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തു നിന്ന് കുറച്ച് അകലെയാണ്. എന്തായാലും ജീർണിച്ച നിലയിൽ ഈ പുഴയുടെ അരികത്ത് നിന്ന് തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണവും ഇതിന്റെ വിവരം ഇപ്പോൾ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടെന്ന് ഈശ്വർ മാൽപ്പെ പറയുന്ന ഒരു മൃതദേഹം കണ്ടെത്തിയെന്നാണ്. ഷിരൂരിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ആരുടേതാണെന്ന് അറിയാൻ കഴിയുന്നത്. ഷിരൂരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. അതിൽ ഒന്ന് മൃതദേഹം എന്നാൽ കാണാതായ അർജുൻ്റെ കാര്യമുണ്ട്. മറ്റ് 2 പേരും കൂടിയുണ്ട്. മണ്ണിലടിയിൽപ്പെട്ട ആരുടേതാണ് ഈ മൃതദേഹമെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അർജുന് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം വരുന്നത്. അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുന്നു. പറയൂ അരുൺ. SKN ഇത്തരത്തിലുള്ള വിവരമാണ്. അതായത് ഒരു മൃതദേഹം ജീർണിച്ച നിലയിൽ ഗംഗാവലി പുഴയുടെ ഓരത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അവിടുത്തെ ഷിരൂരിലെ പ്രദേശവാസികൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഗോകർണ മേഖലയിൽ നിന്നാണ്, അതായത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൽ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ അത് പൂർണ്ണമായി സ്ഥിരീകരിച്ച വിവരം പങ്കുവെക്കുന്നില്ല. അവിടുത്തെ ലോക്കൽ പോലീസ് ഉൾപ്പെടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഗംഗാവലി പുഴയുടെ അരികത്ത് നിന്ന് തന്നെയാണ്, പക്ഷെ മണ്ണിടിച്ചിലുണ്ടായതിന് കുറച്ച് അകലെയാണ് എന്നതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് ഏതെങ്കിലും നിലവിൽ ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള 3 പേരെയാണ് ഇനി അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 3 പേരിൽ അവിടെ ഏതെങ്കിലും ആണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ജീർണിച്ച നിലയിൽ ഒരു മൃതദേഹം ഈ ഷിരൂരിൽ നിന്നും കുറച്ചകലെ ഗോകർണ മേഖലയിലെ പുഴയോരത്ത് നിന്ന് തന്നെ, അതായത് ഗംഗാവലി പുഴയുടെ ഓരത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. പോലീസ് സംഘം അങ്ങോട്ട്, ലോക്കൽ പോലീസിന്റെ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിലൊരു വ്യക്തത ഉണ്ടാകും. അതിന്റെ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അവർ അത് സ്ഥിരീകരിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള ആരുടെയെങ്കിലും മൃതദേഹമാണ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അത് അല്പസമയത്തിനകം ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു വ്യക്തത ഉണ്ടാകൂ. എന്തായാലും ഗംഗാവലി പുഴയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഗോകർണ മേഖലയിലാണ്. അത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്ന് കുറച്ച് അകലെയാണ്. എന്തെങ്കിലും ഈ മണ്ണിടിച്ചിലുണ്ടായി അതിനുശേഷം ഒഴുകി പുഴയിലേക്ക് കണ്ടതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഇത് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഈ വിവരം എന്തായാലും ഗംഗാവലി പുഴയ്ക്ക് സമീപം ഒരുപാട് തെരച്ചിൽ നടത്തിയെങ്കിലും ആരുടെയും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 പേരുടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിലോ പുഴയിലോ ഉണ്ടെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഇന്നിപ്പോൾ ഒരു പ്രദേശവാസി അറിയിച്ചതനുസരിച്ചാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു ജീർണിച്ച മൃതശരീരം ഗംഗാവലി പുഴയ്ക്കും വളരെ അകലെ, ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ ഓളം അകലെ കണ്ടെത്തിയെന്ന രീതിയിലാണ് സൂചന വരുന്നത്. ഒരു പോലീസ് സംഘം അന്വേഷിച്ചു പോയിട്ടുണ്ട്. ഒരു പുരുഷൻ്റെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ചത്
ഈ പ്രശസ്ത മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പയാണ്. അദ്ദേഹം അവിടെ ഗംഗാവലി പുഴയിലിറങ്ങി അർജുന് വേണ്ടി തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ടും അടിയൊഴുക്ക് കൂടിയതുകൊണ്ടും ജില്ലാ ഭരണകൂടം അദ്ദേഹത്തെ അനുവദിച്ചില്ല. എന്നാൽ ഇന്ന് വളരെ ദൂരെ ഒരു മൃതദേഹം കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ മൃതദേഹം ജീർണിച്ചു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പുരുഷൻ്റെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കർണാടകത്തിലെ 2 പേരെയും കോഴിക്കോട്ടെ അർജുനെയുമാണ് കാണാതായ 3 പേരിലുള്ളത്. അതിൽ ആരുടെ ആയിരിക്കും മൃതദേഹം എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും പുരുഷൻ്റെ മൃതദേഹമാണ് എന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ പോയ പോലീസ് സംഘം അന്വേഷണം നടത്തിയതിനു ശേഷം ആരുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.